കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പുട്ടടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ചായക്കടി പുട്ടാണ് കേട്ടോ. മക്കൾക്ക് ഇന്ന് സ്കൂളില്ല. ഇപ്പോൾ നല്ല മഴയും കാര്യങ്ങളാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ഉണ്ട് കേട്ടോ. മോനൂസിൽ 8 മണിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. എല്ലാവർക്കും നന്നായിട്ട് ജലദോഷം പിടിച്ചിട്ടുണ്ട്. അതിന് സൗണ്ടിനൊക്കെ മാറ്റമുണ്ട്. അപ്പോൾ ഇന്നലെ ഇപ്പോൾ എല്ലാവരും ഡോക്ടറെ അടുത്തൊക്കെ പോയി. നമ്മളെ താണിക്കൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയി നമുക്ക് മരുന്നൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് നീക്കാനൊക്കെ കുറേ നേരം വൈകി. പിന്നെ കുട്ടികൾക്ക് ക്ലാസ്സൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് അവിടെ തന്നെ കിടന്നാണ്. കുറവുണ്ട്. പിന്നെ ഇന്നലത്തെ മീൻ കറി കുറച്ചുണ്ട്. അപ്പോൾ ഞാനത് തിളപ്പിക്കുകയാണ് അടുപ്പത്ത്. അടുപ്പ് ഒഴിഞ്ഞപ്പോൾ ഇന്ന് പുട്ടും പഴവും പപ്പടമാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് നമ്മൾ എന്താ പറയുക, കോട്ടപ്പടി അങ്ങനെ വെള്ളം കയറിയതും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെയൊക്കെ പോയി ഒന്ന് എന്നെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ വാറങ്കോട്, പിന്നെ എന്താ പറയുക, നമ്മുടെ MBH ഹോസ്പിറ്റലൊക്കെ അത്യാവശ്യമൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയൊക്കെ ആയപ്പോൾ കുറച്ചൊക്കെ അതൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇന്നലെ കുറച്ച് നേരം വെയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു മഴ നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു മഴ എന്നാൽ കഴിഞ്ഞ വർഷത്തേനേക്കാളും ഈ പ്രാവശ്യം ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും കാരണമൊക്കെ നമ്മുടെ വയനാട്ടിലൊക്കെ ഒരുപാട് സഹോദരങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ എന്താ പറയുക, സങ്കടകരമായൊരവസ്ഥയിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോണത്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ അപ്പോൾ അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ്, ഇന്നിപ്പോൾ അതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിക്കാണ്. അപ്പോൾ രാവിലെ നേരം വൈകിയല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് പുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കേട്ടോ. വയനാട് ആ ഭാഗത്തൊക്കെ നമുക്കും കുറച്ച് കുടുംബക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവരൊക്കെ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, അവരൊക്കെ സേഫായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ കേൾക്കാമെന്നല്ല, നമ്മളെ കൊണ്ടൊന്നും യാതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നാലും നമ്മളെ രക്ഷാപ്രവർത്തനം കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ വാർത്തയിലൊക്കെ എപ്പോഴും ഇങ്ങനെ കേൾക്കണോണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇന്നിപ്പോൾ അതാ കുറച്ച് ഒരു തെളിച്ചം കാണുന്നുണ്ട്. ഇനി എപ്പോഴാണ് മഴ പെയ്യാന്ന് അറിയാൻ പറ്റൂല. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇനി കുട്ടികൾക്ക് എന്നാണ് സ്കൂളിൽ നിന്നൊന്നും പറയാൻ പറ്റൂല. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയാലും കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളതിങ്ങനെ അറ്റൻഡ് ചെയ്താലും കുട്ടികൾക്ക് ഏറെക്കുറെയൊക്കെ മനസ്സിലാവും. എന്നാലും ക്ലാസ്സിൽ നിന്ന് എടുക്കണ അത്രയൊന്നും മനസ്സിലാവില്ല. ഒക്കെയാണ്. അപ്പം ഇനിയിപ്പോൾ ഒന്ന് മോനിട്ടന് 8 മണിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലാസ്. അപ്പോഴത്തേക്ക് അവന് ചായ കൊടുത്ത് അവനെ റെഡിയാക്കണം. അപ്പം ഇന്നലെ എന്താ പറയുക, തൂതക്കുട്ടികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി കറി ബാക്കിയിട്ട്, അപ്പോൾ ജലദോഷം പിടിച്ചപ്പോൾ വല്ലാതെ ചോറും കറിയൊന്നും ആരും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്നത്തേക്ക് ചൂടാക്കിയിട്ട് പുട്ടയ്ക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേണ്ടവർക്ക് കഴിക്കാം. ഇവിടെ ഉണ്ണിയേട്ടൻ്റെ മോനൂസൊന്നും രാവിലെ പുട്ടയ്ക്ക് മീൻ കറിയൊന്നും അവർ കഴിക്കൂല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗായ്സ്. അങ്ങനെ ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അങ്ങനെ പുറത്തേക്ക് തിരുമ്പാലോ എന്ന് വിചാരിച്ച്. മോൾട്ടൻ്റെ ഓൺലൈൻ ക്ലാസ്സും കഴിഞ്ഞു. 8 മണിക്ക് കറക്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് 8 മണിക്ക് കയറാൻ പറ്റിയില്ല. അവൻ്റെ ചായയുടെ ഒന്നും കഴിഞ്ഞില്ല. എന്നാലും ഞങ്ങൾ കയറി. അപ്പോൾ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് വിടാൻ വേണ്ടിയിട്ട് ടീച്ചർ 12 മണീൻ്റെ ഉള്ളിൽ വിടണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അപ്പോൾ ഞാനിതാ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ്. തിരുമ്പാൻ വേണ്ടി നോക്കുമ്പോൾ കണ്ടോ മഴക്കാറുണ്ട്, മഴ ചാറുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കറി വെക്കാമെന്ന് വിചാരിച്ചു. കറി ചോറായിട്ടുണ്ട്. കറി ഇപ്പം മമ്പയറാണ് വെച്ചിട്ടുള്ളത്. മമ്പയർ അങ്ങനെ കുക്കറിൽ 2-3 വിസിലൊക്കെ അടുപ്പിച്ച് വെച്ചാണ്ട് ചട്ടിയിലാക്കി അടുപ്പത്തുണ്ട് വെച്ചിട്ട്. അപ്പോൾ ഇതാ ചട്ടിയിൽ മമ്പയർ ഇതാ വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള പയറാണ്. അപ്പോൾ ഞാൻ കുക്കറിൽ ആദ്യം ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ. കണ്ടോ നല്ല വലുപ്പമുള്ള പയറാണ്. അപ്പോൾ ഇന്നിപ്പോൾ ചോറിന് കറി പയറാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ അരച്ചൊഴിക്കണം. അങ്ങനെയാണ്. എന്നിട്ട് ചെറിയ ഉള്ളിയിലൊന്ന് വറവിടുക. അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ കറി. അപ്പോൾ നോക്കുമ്പോൾ കറണ്ട് പോയി. അരയ്ക്കാനൊക്കെ വേണ്ടി ഇതാ റെഡിയാക്കി വെച്ചതാണ്. അപ്പോഴത്തേക്കിന് കറണ്ട് പോയി. പിന്നെ ഇതെന്ന് അറിയില്ല. അപ്പം മീൻ ഇതാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ളൂ. ഐസ് ശരിക്കും ഇത് മെൽറ്റായിട്ടില്ല. അപ്പോഴത്തേക്കും അത് ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് മീൻ വറക്കണില്ല, വറ്റിക്കുകയാണ്. ഇന്നലെ മീൻ വറുത്തിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മുടെ മീനൊക്കെ മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ മീൻ വറക്കാൻ വേണ്ടി മുളക് പൊടി തപ്പി നോക്കിയപ്പോഴേ കുറച്ച് മുളക് പൊടിയുള്ളൂ കേട്ടോ.
അങ്ങനെ മുളക് പൊടി തീരുമാനമായാണ്. അപ്പോൾ ഞാൻ അടുത്ത മുളക് പൊടി പറയാനുള്ളതാണ്. മുളക് പൊടി കഴിഞ്ഞു. നമ്മൾ പിന്നെ മുളക് പൊടി പിന്നെ എന്താ പറയുക, കോട്ടപ്പൊടി മില്ലിൽ നിന്നാണ് വാങ്ങിക്കലിട്ട്. അപ്പോൾ അവിടെ തന്നെ പോയി വാങ്ങുന്നത് നല്ല മുളക് പൊടിയാണ്. അപ്പോൾ ഞാനിതൊന്ന് കഴിയട്ടെ വെച്ചിട്ടാണ്, ഇയാൾക്കൊന്ന് കഴുകും വേണം. അപ്പോൾ അതുകൊണ്ടാണ് മുളക് പൊടി പറയാഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ള മുളക് പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെങ്ങാണ്ട് വറ്റിക്കാൻ പറ്റൂല. അപ്പോൾ ഞാനെന്ത് പണിയാട്ടി വറുത്തു. അപ്പോൾ അത് അങ്ങനെയൊക്കെയാണ് വറുത്ത രൂപം എന്ന് പറയുന്നത്. മറക്കൂല എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ വറ്റിക്കുമ്പോൾ കുറച്ചുകൂടെ അധികം എരിവിന് മുളക് പൊടിയൊക്കെ വേണമല്ലോ. അപ്പോൾ ഞാനെന്ത് പണിയായിട്ടുള്ള മുളക് പൊടിയൊക്കെ വറുത്തിട്ടോ. പിന്നെ എന്താ പറയുക, അവിടെ വറ്റിക്കാന്ന് പറഞ്ഞപ്പോഴേക്കിനും വലിയ താല്പര്യമൊന്നുമില്ല. കേട്ടപ്പോഴേക്കിനും കുട്ടികൾക്കൊന്നും പറ്റണില്ല. അപ്പം ഇനിയിപ്പോൾ ഏതായാലും അവർക്ക് സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതല്ലേ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ അതാ വറുത്തിട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് രൂപം. അടിപൊളിയായിട്ടുണ്ട്. തിന്നാനെങ്കിൽ എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഓക്കെ. ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ. പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല വെയിലാണ്. ഞാൻ പിന്നെ ഇന്നലെ മിഞ്ഞാന്നൊക്കെ തോരിട്ടതൊക്കെ ഉണങ്ങാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പുറത്തേക്ക് എടുത്തിട്ട്, എപ്പോഴാണ് മഴ പെയ്യാമെന്നറിയില്ല, എങ്കിലും നല്ല ചൂടുള്ള വെയിലാണ്. അപ്പോൾ അതൊക്കെ പുറത്തേക്ക് എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 1 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ നോക്കട്ടെ കേട്ടോ.